ഹലോ, ഇന്ന് കുറച്ച് കുക്കിങ്ങും കുറച്ച് ഷോപ്പിങ്ങും കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലെ തന്നെ ഞാൻ എന്താ ചീരയും ചീര ഒരു പ്രത്യേകത ചീരയുടെ ഇതിൻ്റെ പേര് എനിക്ക് സ്പിനാച്ച് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് തോന്നുന്നുണ്ട്. ഞങ്ങളിത് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങി വെച്ചപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കാരണം ഏട്ടൻ വീണ്ടും അത് പാലക്കാട് നിന്ന് വരുമ്പോൾ വാങ്ങിട്ട് വന്നിട്ട് മസാലക്കറി പോലെ വെക്കണം വേണ്ട വാങ്ങിട്ട് വന്ന്. എനിക്കത് അറിയില്ല ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആൾ വെക്കുമ്പോൾ വെക്കട്ടെ. ഞാൻ അതിനൊരു 60% എടുത്ത് ഉപ്പേരി വെച്ചു കേട്ടോ, തോരൻ. കാരണം എനിക്ക് ചീര ഐറ്റംസ് കൂടുതൽ ഇങ്ങനെ തോരൻ വെക്കുന്ന ഇഷ്ടം. തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് ഞങ്ങളിവിടെ എല്ലാവരും ഉപ്പേരി എന്നിട്ട് പറയുക. അപ്പം ചില ഭാഗത്ത് തോരൻ മെഴുക്കുവരട്ടി എന്നൊക്കെ പറയും, പക്ഷേ ഇവിടെ എല്ലാവരും ഉപ്പേരി എന്നിട്ട് പറയുക. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അത് അത്ര ടൈമൊന്നും വേണ്ട. ഈ പച്ചക്കറി ഇലവർഗ്ഗങ്ങളൊന്നും ഇലവർഗ്ഗങ്ങളൊന്നും വേവിക്കാൻ അത്ര ടൈമൊന്നും വേണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് അടച്ച് വെച്ചപ്പോഴേക്കും അത് വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇടണം കേട്ടോ. തേങ്ങ ഇട്ടാലാക്കി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ തേങ്ങ കുറച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അപ്പോഴേക്കും കുറച്ച് ചക്കല്ലേ, നമ്മൾ ഇന്നലത്തെ വീടിൽ കുറച്ച് ചക്ക നേരാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ ഞാൻ കുക്കറിലെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകല്ലേ, ചെറിയ ജീരകം ചേർത്ത് അരച്ചൊഴിക്കുന്നുണ്ട്. ചക്ക വേവിക്കുമ്പോൾ മഞ്ഞപ്പൊടി മുളകുപൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചെറിയ ജീരകം കൂടി ചേർത്ത് അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് കടുക് വെക്കാൻ പോകും. അത്ര കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട കേട്ടോ. നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്, പിന്നെ കടുക് ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളിയും കറിവേപ്പിലും ഇട്ട് നന്നായി വഴറ്റിയ ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഒരു പിടി തേങ്ങ കേട്ടോ. ഓപ്ഷനിലാണ് ഇത്. ചക്കലിശ്ശേരി ചക്കക്കറി കൂട്ടാനാണ്. ചക്കലിശ്ശേരി ആണെങ്കിൽ മാത്രം നമ്മളിങ്ങനെ തേങ്ങ വറുത്താൽ മതി. അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ ചെറിയുള്ളി കടുക് വറുത്തിട്ട് ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ തേങ്ങയ്ക്കൊക്കെ എന്താ വില. നമ്മൾ കണ്ടതിലും കേട്ടിലൊക്കെ തേങ്ങ ഇട്ട് ശീലിച്ചത് ഈ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും കൊണ്ട് തേങ്ങ ഇടും, എന്നാലും ടേസ്റ്റ് എന്നൊരു വിചാരണം. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ കേട്ടോ. എനിക്കൊന്നും തേങ്ങ അരയ്ക്കാത്ത സാമ്പാറും തേങ്ങ അരയ്ക്കാത്ത മീൻകറിയും എനിക്ക് അത്ര വലിയ പിടുത്തമൊന്നുമില്ല. മീൻകറി പിന്നെയും ഞാൻ കഴിക്കും, പക്ഷെ സാമ്പാർ ഞാൻ കഴിക്കില്ല കേട്ടോ. തേങ്ങ എനിക്ക് അങ്ങോട്ട് മനസ്സ് പിടിക്കില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചക്കലിശ്ശേരിയൊക്കെ ഏകദേശം റെഡിയായി. കടുക് വെളുത്തിട്ട് ഇത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്കത്തുള്ള ഫുഡാണ് കേട്ടോ. ഇപ്പം ഞാൻ രാവിലെ ഞാനിപ്പോൾ പലഹാരം കുറച്ച് കുറവായി. ഈവനിങ് ഉണ്ടാക്കുന്നത് കാരണം ജിമ്മിനൊക്കെ പോകണമല്ലോ. അതിനുശേഷം ഞാൻ ജിമ്മിന് പോയിട്ട് വന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. പറഞ്ഞേക്ക് കുറച്ച് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, ജിമ്മിൽ ഡാൻസ് പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്നും ഇപ്പോൾ ഷോപ്പിംഗ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ട്രെൻഡ്സിലാണ് കയറി. ഇന്നലെ ഞങ്ങൾ റിലയൻസിലായിരുന്നു വടക്കഞ്ചേരി. ഇതായിരുന്നു ട്രെൻഡ്സിൽ കയറി. ഞാൻ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ. നാളെ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ, സി യു.